ഹായ് ഫ്രണ്ട്സ്, മട്ടർ പറാട്ട കഴിച്ചിട്ടുണ്ടോ? ഗ്രീൻ പീസിൻ്റെ പറാട്ട. ഗ്രീൻ പീസ് കറിയൊക്കെ ആക്കി കഴിഞ്ഞാൽ കുട്ടികൾക്കും ഒക്കെ കഴിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ ഇങ്ങനെ ആക്കി കൊടുത്താൽ എല്ലാവരും കഴിച്ചോളും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ ആണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഗ്രീൻ പീസ് സോക്ക് ചെയ്യണം. ഞാൻ ഓവർനൈറ്റ് സോക്ക് ചെയ്തതാണ്. അത് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കണം. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം. ഞാൻ ഒരു 5 വിസിലിട്ടിട്ടുണ്ട്. ഓരോരുത്തർ കുക്കറിനനുസരിച്ചിട്ട് എത്ര വിസിലാണെന്ന് നിങ്ങളത് നോക്കിയിട്ട് ചെയ്യുക. അത് വേവുമ്പോഴത്തേക്കും ഫില്ലിങ്ങിനുള്ള മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ജീരകം, നല്ല ജീരകം അതിട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് സവാള, ഇഞ്ചി, വെളുത്തുള്ളി. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു 4 അല്ലി വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണിൽ പകുതി മതി. മുളക് പൊടിയും 1/4 ടീസ്പൂണിൽ പകുതി. കുറച്ച് കായപ്പൊടി ചേർത്തിട്ടുണ്ട്, വളരെ കുറച്ച് മതി. എന്നിട്ട് ഗ്രീൻ പീസ് കുക്കായതിന് ശേഷം ഞാനൊന്ന് മിക്സിയിലിട്ട് ഞാൻ അടിക്കുന്നുണ്ട്. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ മസാല ആക്കിയതിന് ശേഷം ഉടച്ചു കൊടുത്താലും മതി. അപ്പോൾ ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. എന്നിട്ട് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തതിന് ശേഷം ആക്കി വെച്ച മസാലയിലേക്ക് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ വീഡിയോ മിസ്സായിപ്പോയതാണ്. ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഞാൻ ഓൾറെഡി മാവ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ മാവ് ചപ്പാത്തിൻ്റെ മാവ് ആക്കുന്നില്ലേ, കുറച്ച് സോഫ്റ്റായിട്ട് വേണം കുഴക്കാൻ. എന്നിട്ട് കുറച്ച് വലിപ്പമുള്ള ഉരുളകളാക്കി എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തുക. എന്നിട്ട് അതിലേക്ക് ഈ ഫില്ലിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മടക്കിയിട്ട് വീണ്ടും ഒന്ന് പരത്തിയെടുക്കുക. സോഫ്റ്റായിട്ട് വേണം പരത്താൻ. ഭയങ്കര ഹാർഡായിട്ട് പരത്തി കഴിഞ്ഞാൽ ഈ ഫില്ലിങ് എല്ലാം പുറത്തേക്ക് വരും. അപ്പം കുറച്ച് സോഫ്റ്റായിട്ട് പരത്തിയെടുക്കുക. ഇനി ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഞാൻ. അതിലേക്ക് നമ്മൾ ചപ്പാത്തിയൊക്കെ ചുടുന്ന പോലെ തന്നെ ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കാം. അപ്പം ചുടുമ്പം പശു നെയ്യ് യൂസ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. നെയ്യ് താല്പര്യമില്ലാത്തവർക്ക് ഓയിൽ യൂസ് ചെയ്താൽ മതി. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. എന്നിട്ട് അത് സെർവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ബട്ടറും കൂടെ യൂസ് ചെയ്യുക. അതിൻ്റെ കൂടെ അതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷനാണ് തൈരും അച്ചാറും. അതിന് വേറെ കറികളൊന്നും ആവശ്യമില്ല. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.